തൃപ്തിയായോടാ നിനക്ക്? അയ്യോ സാർ, ഇതെന്ത് പറ്റി? ആകെ വല്ലാതിരിക്കുന്നില്ല. അഭിനയം വേണ്ട. കൊച്ചനെ, എന്നോട് കളിക്കാൻ മാത്രം നീ വളർന്നു. നീയും നിന്റെ തന്തത്തമ്പുരാനും ശരിയായ MS നായരെ കണ്ടിട്ടില്ല. എടാ, കവലച്ചട്ടമ്പി മൂത്ത് മുഖ്യമന്ത്രിയായോടാ ഞാൻ. നീ കളിച്ചതിനേക്കാൾ വൃത്തികെട്ട കളി കളിക്കാൻ എനിക്കറിയാം. ഇന്ന് ഈ നിമിഷം രാജിക്കത്ത് എഴുതി എനിക്ക് നീ തന്നാൽ മാന്യമായി നിനക്ക് പിരിയാം. ഒരു പ്രതികാരവും ഞാൻ ചെയ്യില്ല. നശിച്ച തോട്ടവും തിരികെ തന്നേക്കാം. സ്വയം രാജിവെച്ച് ഒഴിയുന്നില്ലെങ്കിൽ നിന്നെ ഇന്ന് തന്നെ ഞാൻ ഡിസ്മിസ് ചെയ്യും. നിന്റെ കുടുംബം ഞാൻ നശിപ്പിക്കും. എന്നെ വെള്ളത്തിലിറക്കിയിട്ട് ഈ വഞ്ചി തുഴയാമെന്ന് സാറ് വ്യാമോഹിക്കേണ്ട. ഈ വള്ളം ഞാൻ മുക്കും. 20 MLA-മാർ എന്റെ കയ്യിലാണ്. സോറി, 21 ഭരണകക്ഷി MLA-മാർ എന്റെ കയ്യിലാണ്. എന്നെ തൊട്ടാൽ നാളെ പ്രതിപക്ഷത്തിന്റെ അവിശ്വാസ പ്രമേയം വരും. ഈ വള്ളം മുങ്ങും. പ്രതിപക്ഷത്തിന്റെ സഹായത്തോടെ ഞാൻ വേറെ വള്ളം ഇറക്കും. ഞാനായിരിക്കും അതിന്റെ അമരക്കാരൻ. ഞാൻ മുഖ്യമന്ത്രിയായാൽ പിന്നെ നിങ്ങളുടെയൊക്കെ അന്ത്യമായിരിക്കും. എനിക്ക് മേല് കീഴ് നോക്കാനില്ല. നിങ്ങൾ കവലച്ചട്ടമ്പയാണെന്നല്ലേ പറഞ്ഞത്? ഞാൻ അതിനേക്കാൾ തല്ലിപ്പൊളിയാണ്. പങ്ക എന്റെ കയ്യിലൊന്ന് കിട്ടട്ടെ. ഈ നാട് കണ്ടതിൽ വെച്ച് ഏറ്റവും അലവലാതി മുഖ്യമന്ത്രിയായിരിക്കും ഞാൻ. 10 ദിവസമേ ചിലപ്പോ എനിക്ക് ഭരിക്കാൻ കിട്ടൂ. 10 എങ്കിൽ 10. നിങ്ങളുടെയൊക്കെ സാമ്രാജ്യം കുളം തോണ്ടിയിട്ട് ഞാൻ പോവും. ഒന്നുകൂടി ആലോചിച്ചിട്ട് എന്നോട് കളിച്ചാ മതി. വരട്ടാതടാ, നീ കളി അറിയാവുന്നവനാണ്. തല്ലിയാൽ തിരിച്ചു തല്ലുന്നവനെ തല്ലാനാണ് എനിക്കിഷ്ടം. കാണാം. 20 ഒരു 15 MLA-മാരെങ്കിലും അവന്റെ കൂടെയുണ്ട്. ഞാൻ അന്വേഷിച്ചു. നിന്ന നിലയിൽ ഇനി അവരൊക്കെ തിരികെ കൊണ്ടുവരണമെന്ന് പറഞ്ഞാൽ ഞാൻ ആലോചിച്ചിട്ട് ഒരു മാർഗവും കാണുന്നില്ല സാർ. മാർഗമുണ്ട്. ഒരേ ഒരു മാർഗം. മഹീന്ദ്രനെയും ജയനെയും കൊന്നുകളയെ. രാജശേഖര, നിങ്ങൾ എന്താണ് പറയുന്നത്? ഇതല്ലാതെ വേറെ മാർഗമില്ല. ഇന്ന് തിങ്കളാഴ്ച, വ്യാഴാഴ്ചയാണ് നമ്മുടെ തോട്ടത്തിലെ പ്ലാന്റേഷൻ തുടങ്ങുന്നത്. നാളെ ബോംബെയിൽ നിന്നും കമ്പനിയുടെ ആൾക്കാർ വരും. ആ ജയൻ ജീവിച്ചിരുന്നാൽ വ്യാഴാഴ്ച ഉദ്ഘാടനം നടക്കില്ല. മഹി ആഭ്യന്തരമന്ത്രിയായി തുടർന്നാൽ പോലീസ് പോലും മറ്റവരുടെ ഭാഗത്തായിരിക്കും. സ്വയം രാജിവെക്കാൻ പറഞ്ഞാൽ അവൻ ചെയ്യില്ല. ഡിസ്മിസ് ചെയ്യാമെന്ന് വെച്ചാൽ അവൻ ഈ മന്ത്രിസഭ പൊളിക്കും. ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ ബോംബെ കമ്പനി അറിയുന്നതിന് മുമ്പ് ഒതുക്കണം. ഇനി അതൊക്കെ പോട്ടെ. മഹി ഇങ്ങനെ തുടർന്നാൽ സാറിന്റെ രാഷ്ട്രീയ ഭാവി എന്താവും? ഞങ്ങളുടെയൊക്കെ ഗതി എന്താവും? വേറെ മാർഗമൊന്നുമില്ല ചേട്ടാ. ഇത് ചെയ്തേ പറ്റൂ. എവിടെ രാജയൻ? എനിക്കറിയില്ല. നിനക്കറിയില്ലല്ലേ? നമ്മുടെ ബാബുവിനെ കാണുന്നില്ല. അവൻ എന്ത് പറ്റി? ഞാൻ അവനെ കുറച്ച് രൂപ എടുക്കാൻ ബാങ്ക് വിട്ടതാ. ഈവനിങ് കൗണ്ടറിൽ ഇതുവരെ എത്തിയില്ല. പേടിച്ചു പോയല്ലോ. അവനിങ്ങി വരും. അങ്ങനെയല്ലടാ, അവൻ പോയിട്ട് 2-3 മണിക്കൂർ കഴിഞ്ഞു. അവൻ ഇങ്ങനെ താമസിക്കാറുള്ളതല്ല. തന്നെയുമല്ലതാ, ഈ വീട്ടിൽ എന്തോ കുഴപ്പമുണ്ട്. കാവലിരുന്ന പോലീസുകാരെ കാണുന്നില്ല, ഡ്രൈവർമാരെ കാണുന്നില്ല, അടുക്കളക്കാരെയും കാണുന്നില്ല. ഈ വീട്ടിലാകെ നമ്മൾ 3 പേര് മാത്രമേ ഉള്ളൂ. ലക്ഷ്മി, ഐജിയെ വിളിക്കൂ. ബെല്ലടിക്കുന്നുണ്ട്, ആരും എടുക്കുന്നില്ല. റോങ് നമ്പർ ആയിരിക്കും. കട്ട് ചെയ്ത് ഒന്നുകൂടെ വിളിക്കൂ. ഹലോ ഹലോ, ഫോൺ വർക്ക് ചെയ്യുന്നില്ല. ആ പേഴ്സണൽ ഫോൺ എടുക്കൂ. ഹലോ ഹലോ, ജയന.
എന്താ ചെയ്യാ? മഹി, നിനക്കെന്തോ കുഴപ്പം വരാൻ പോകുന്നുണ്ട്. നിങ്ങളുടെ ബാബുവിനെ ആരോ ചിലർ ബലമായി കാറിൽ കയറ്റിക്കൊണ്ട് എപ്പോ? 2 മണിക്കൂർ മുമ്പ് എന്റെ ആളുകൾ കണ്ടതാണ്. കഴിയുന്നതും വേഗം അവിടുന്ന് നീ രക്ഷപ്പെടണം. ആരോ നിന്നെ അപകടപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. നീ ഇങ്ങോട്ട് പോര്. ഇവിടുന്ന് നമുക്ക് ഹലോ 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 ഹലോ. ഇതും കട്ടായി. ആരോ കട്ട് ചെയ്തു. കാര്യങ്ങളെല്ലാം നമ്മൾ ഊഹിച്ചതുപോലെ തന്നെ. നമ്മുടെ സർവ്വ സാധനങ്ങൾ പാക്ക് ചെയ്യും. മഹിയും ലക്ഷ്മിയും വന്നാലുടൻ അവരെയും കൂട്ടി നമുക്ക് സ്ഥലം വിടണം. ബാബുവിനെ അവർ പിടിച്ച സ്ഥിതിക്ക് ഈ സ്ഥലവും അവരറിഞ്ഞാണ്. നമ്മളിനി എങ്ങോട്ട് പോകും? ചന്ദ്രന്റെ അടുത്തേക്ക്. ജയൻ എന്തെങ്കിലും കുഴപ്പമുണ്ടാവോ? പേടിക്കണ്ട. ലക്ഷ്മി, ലക്ഷ്മി, മഹി, ജയന് മഹിയും ലക്ഷ്മിയാണ്. താഴെ പോയി കൂട്ടിയിട്ട് വരും.
മഹിക്ക് കുഴപ്പമൊന്നുമില്ല, കുറച്ച് ബ്ലഡ് പോയിട്ടുണ്ട്. ആ ലക്ഷ്മിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു. അവൾ ഗർഭിണിയായിരുന്നു. അതെ സർ, 3 മാസം. ദൈവം നമ്മുടെ കൂടെയാണല്ലോ. ഗർഭിണിയായ കാമുകിയെ ആഭ്യന്തരമന്ത്രി കൊന്നു. അതും മനഃപൂർവ്വം സൃഷ്ടിച്ചൊരു കാർ അപകടത്തിലൂടെ. മഹീന്ദ്രവർമ്മയെ മന്ത്രിസ്ഥാനത്ത് നിന്നും നീക്കി. മഹീന്ദ്രവർമ്മ അറസ്റ്റ്. എങ്ങനെ? ആന്റണി, ലക്ഷ്മിക്ക് എങ്ങനെയുണ്ട്? ലക്ഷ്മി മരിച്ചു. കൊലപാതകത്തിന് ഉത്തരം പറയേണ്ടത് താനാണ്. അങ്ങനെ 10 പൈസ പോലും മുടക്കാതെ മഹിയുടെ 20 MLA-മാർ നമ്മുടെ കയ്യിലായി. എല്ലാവരും പോന്നോ? ആരും എതിർപ്പൊന്നും പറഞ്ഞില്ലേ? ആരെതിർക്കാൻ? എതിർക്കുന്നവൻ അകത്ത് പോവില്ലേ? ആ, പിന്നെ ഒരു കാര്യം സർ, കൃഷ്ണഗിരി ക്ലീൻ. ജയം മരിച്ചതോടെ എല്ലാവരും ഓടിക്കളഞ്ഞു. ഒരുത്തന്റെയും പൊടി പോലുമില്ല. വെരി ഗുഡ്. അപ്പോഴേ നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ നിന്നാ മതിയോ? നാളെ വെളുപ്പിന് 6 മണിക്കാണ് നമ്മുടെ പ്ലാന്റേഷൻ ഉദ്ഘാടനം. ശത്രുക്കളെല്ലാം ഒതുങ്ങിയെങ്കിലും നമ്മളൊന്ന് കരുതിയിരിക്കും നല്ലതാ. 2-3 വണ്ടി പോലീസ്, അതും വിശ്വാസമുള്ളവർ മാത്രം. 5:45 തുടങ്ങി 6 മണി വരെ പൂജ. 6 മണി കഴിഞ്ഞാൽ ആദ്യത്തെ തൈ ഞാൻ നടും, രണ്ടാമത്തെ തൈ ബോംബെക്കാരൻ. ആ, പറഞ്ഞതുപോലെ അവർ ഹോട്ടലിൽ വന്നിട്ടുണ്ട്. വൈകിട്ട് അവർക്കൊരു പാർട്ടി കൊടുക്കണം. ശരി, ഒരു കലാപരിപാടി എന്ന നിലയ്ക്ക് ആ പ്രകൃതി സംരക്ഷണക്കാരെയും മദ്യവിരുദ്ധന്മാരെയൊക്കെ കൊണ്ടൊന്ന് വിളിച്ചേക്കാം. വല്ല കവിതയൊക്കെ പാടട്ടെ. ആ, അത് കൊള്ളാം. ഒരു മേളമൊക്കെ ആയല്ലോ. ദേശീയോദ്ഗ്രഥനം. കേട്ടോ സാറേ, മഹി ഇങ്ങനെ ആശുപത്രിയിൽ ഇട്ടിരിക്കുന്നത് നല്ലതല്ല. അയാൾക്ക് പറയത്തക്ക അവശത ഒന്നുമില്ല. അവിടുന്ന് ചാടിപ്പോവാന്ന് പറഞ്ഞാൽ വളരെ ഈസിയാ. ചോദ്യം ചെയ്യാനാണെന്ന് പറഞ്ഞ് നമുക്ക് അയാളെ ഒരു അജ്ഞാത കേന്ദ്രത്തിലേക്ക് മാറ്റിയാലോ? റെഡ് പാലസ് ഒഴിഞ്ഞു കിടക്കല്ലേ, അങ്ങോട്ട് കൊണ്ടുപോകാം. പരിസരത്തൊന്നും ഒരു മനുഷ്യജീവി പോലുമില്ല. താൻ പറഞ്ഞു ശരിയാ. റിമാൻഡിൽ വെച്ചില്ലെങ്കിൽ ആ വലിയ തമ്പുരാൻ വന്നവന് ജാമ്യത്തിലിറക്കും. അവനിനി ഒരിക്കലും പുറത്തിറങ്ങാൻ പാടില്ല.